പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായിരിക്കും. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞാൽ നശിക്കുന്നത്. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി. ബഹുമാനനായ പാലോട് രവി ആർക്കു വേണ്ടിയാണ് ഈ ശബ്ദം റെക്കോർഡ് ചെയ്തത്? ഇത് പാലോട് രവിയും മറ്റ് അനുഭാവിയും പൊതുപ്രവർത്തകനും ഇരുവരും സംസാരിക്കുന്ന സംസാരം, ഈ ഓഡിയോ ക്ലിപ്പ് എങ്ങനെ പൊതുജനങ്ങളുടെ കയ്യിൽ വന്നു? ഇത് ആർക്കു വേണ്ടി സംസാരിച്ചു? ആരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി സംസാരിച്ചു? അത് പൊതുജനങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ വെളിയിൽ വിട്ടു. അത് ആവശ്യമുള്ളതായ ഒരു അന്വേഷണം തന്നെയാണ്. ഇത് മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു വോയിസ് ക്ലിപ്പും അതിനെ തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും ഉണ്ടായി. ഇതിന്റെ പിന്നിലുള്ള ഗൂഢതന്ത്രം എന്ത് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം. പുറത്തുവിട്ട ശബ്ദ സംഭാഷണത്തിലാണ് ഇപ്പോൾ പാലോട് രവിയുടെ സ്ഥാനം തെറിച്ചിരിക്കുന്നത്. KPCC രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു. KPCC പ്രസിഡന്റ് പാലോട് രവിയോട് രാജിവെക്കണമെന്ന പാർട്ടി തീരുമാനം അറിയിക്കുകയായിരുന്നു. അതനുസരിച്ചാണ് പാലോട് രവി സണ്ണി ജോസഫിന് രാജി നൽകിയതും രാജി സ്വീകരിച്ചതും. ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ വലിയ രൂക്ഷമായ എതിർപ്പാണ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പാലോട് രവിക്കെതിരെ ഉണ്ടായത്. കാരണം 2 തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരു പാർട്ടിയുടെ DCC പ്രസിഡന്റ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന തരത്തിൽ, അതായത് LDFന്റെ തുടർഭരണം ഉണ്ടാകും എന്ന് പറഞ്ഞത് മാത്രമല്ല, കോൺഗ്രസ് എന്ന അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന ആ പാർട്ടി എടുക്കാച്ചരക്കാകും എന്ന ഒരു വാക്കുകൂടി ഉപയോഗിച്ചു. സ്വാഭാവികമായും അത് വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയത്. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പോകും. 60 സീറ്റുകളിൽ BJP മാജിക്ക് കാണിക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് പ്രവർത്തകരിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എത്രയാണെന്ന് നേതാക്കൾക്കിടയിൽ കൂടിയാലോചനകൾ നടന്നു. AICC നേതൃത്വവുമായി KPCC സംസാരിച്ചു. KPCCക്ക് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാം എന്നതായിരുന്നു AICC അറിയിച്ചത്. അതനുസരിച്ച് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും തമ്മിൽ കൂടിയാലോചിച്ചതിന് ശേഷമാണ് പാലോട് രവിയോട് രാജി ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തോട് ഇത് പാർട്ടി തീരുമാനമാണ്, ഉടൻ തന്നെ രാജി നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അത് അംഗീകരിച്ച് പാലോട് രവി രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹം നമ്മൾ ഈ നിൽക്കുന്ന DCC ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ് വരെ. അത് കഴിഞ്ഞ് പോയി എന്നാണ് ഇവിടെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ DCC പ്രസിഡന്റ് അദ്ദേഹത്തെ 3-4 തവണ ഫോണിൽ തന്നെ വിളിച്ചു. അദ്ദേഹം ഫോണ് എടുത്തിട്ടില്ല. ഇതിനപ്പുറത്ത് ശാസ്തമംഗലത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു വസതിയുള്ളത്. ആ വസതിയിൽ അദ്ദേഹം ഉണ്ട് എന്ന ചില വിവരങ്ങളുണ്ട്. അവിടേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് നമ്മൾ കരുതുന്നുമുണ്ട്. DCC പ്രസിഡന്റ് ഔദ്യോഗിക കാറ്, ഇവിടുത്തെ DCC പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വാഹനം ഇതിനകത്ത് കിടപ്പുണ്ട്. അതായത് രാജിവെച്ചതിന് ശേഷം സ്വന്തം വാഹനത്തിൽ അദ്ദേഹം തിരിച്ച് ഇവിടെ നിന്ന് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഇപ്പോൾ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവിയുടെ രാജി KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ട ആ വിവാദമായ ഫോൺ സംഭാഷണം ഒന്ന് കേട്ടുവരാം. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി താഴെ. നീ നോക്കിക്കോ, 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്ത് ഉച്ചകുത്തി. തീർച്ചയായിട്ടും കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതി
ഗതിയായിരിക്കും. അതെ, ഈ പഞ്ചായത്ത് ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ അത് കഴിഞ്ഞാൽ നശിക്കും. അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ 100 പേരെ വയ്ക്കും. പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല. പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ഇവിടെ തന്നെ വേറും ബോഗസ് ആയിരുന്നു. അത് അവിടെ നിന്നല്ല, ഞാൻ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ 10% സ്ഥലത്തേ നമുക്ക് ആളുള്ളൂ. ഓരോരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല, പരസ്പര സ്നേഹമില്ല, പരസ്പരം എങ്ങനെ കാലുവാരാമോ, എങ്ങനെ ബഹുജനങ്ങളെ പക്ഷെ നമ്മുടെ മുഖം പുല്ലംപാറയിൽ വികൃതമാണ്. ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഛിന്ന ഭിന്നമാക്കുകയാണ് സകലം. ഇതാണ് പാലോട് രവി ജലീലുമായി സംസാരിച്ചത്. ഇതിൽ ജലീലിനെ പുറത്താക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് രണ്ടും പരസ്പരം വിരുദ്ധം കൂടിയാണ്. പുറത്തുവിട്ടത് ജലീലാണെങ്കിൽ പാലോട് രവി രാജിവെക്കേണ്ടതില്ലല്ലോ. പക്ഷെ അവിടെ നിൽക്കട്ടെ, ഇതിൽ എനിക്ക് തോന്നുന്നു യുവ നേതാക്കളടക്കം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും കോൺഗ്രസിലെ മിക്കവാറുമുള്ള എല്ലാ നേതാക്കളെല്ലാം പാലോട് രവിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായിട്ട് രംഗത്ത് വരികയായിരുന്നു. കുറച്ച് നാളുകളായി പാലോട് രവിക്ക് എതിരെ ജില്ലയിൽ തന്നെ ഉരുണ്ടുകൂടുന്ന ഒരു പ്രതിഷേധത്തിന്റെ തുടർച്ച കൂടിയായിരിക്കും ഇത്, അല്ലേ റഹീഷ്? അരുൺ, അങ്ങനെ ഒരു സംഭവം കൂടി ഇതിന് പിന്നിലുണ്ട്. കുറെ നാളുകളായി പാലോട് രവിക്കെതിരെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മോശം DCC പ്രസിഡന്റ് എന്ന തരത്തിൽ കോൺഗ്രസിനകത്തെ ഇവിടുത്തെ നേതാക്കൾ തന്നെ ആ തരത്തിലുള്ള പ്രചരണവും മറ്റും കുറെ ദിവസങ്ങളായി അഴിച്ചുവിടുന്നുണ്ടായിരുന്നു. എന്തായാലും DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടന വരുമ്പോൾ ആദ്യം കസേര തെറിക്കുന്ന ഒരാളായി പാലോട് രവിയെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കേട്ട ആ ശബ്ദ സംഭാഷണത്തിൽ എത്രത്തോളം പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തും. അതിൽ ചില നേതാക്കൾ തമാശമട്ടെ നമ്മളോട് പറഞ്ഞു, പാലോട് രവി പറഞ്ഞതൊക്കെ സത്യമാണ്, അതിനകത്ത് കള്ളമായ കാര്യങ്ങളൊന്നുമില്ല, അത് സത്യമായി പുറത്തു പറയാമോ എന്ന് ചിന്തിക്കേണ്ടത് DCC പ്രസിഡന്റ്. അതാണ് പറയുന്ന. താങ്ക് യു റഹീസ്. എന്തായാലും റഹീസ് ഒന്ന് പാലോട്